ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ 3 ക്ലാസ്സുകൾ വെച്ചാണ് നൽകുന്നത്. ആദ്യം കാലത്ത് 10 മണിക്ക് LDC, LGS എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോമൺ ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ 3 മണിക്ക് നമുക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ അതിൽ മാത്സ് എന്ന് പറയുന്നത് LDC, LGSന് കോമൺ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ്, മലയാളം LDCക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ്. 2 ദിവസം മാത്സ്, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം, അങ്ങനെയാണ് പോകുന്നത്. പിന്നെ രാത്രി 8 മണിക്ക് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്നവർക്കാണ്. അതായത് രാത്രി 8 മണിക്ക് നമുക്ക് ലൈവായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ ഓരോ സബ്ജക്റ്റ് വൈസായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഓരോ ടോപ്പിക് വൈസായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 2021 മുതൽ ഇങ്ങോട്ട് 2024 വരെ നടന്ന പരീക്ഷകളുടെ ചോദ്യങ്ങൾ ടോപ്പിക് വൈസാണ് നമ്മൾ ചെയ്യുന്നത്, ലൈവായിട്ടാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ 3 ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. കൂടാതെ നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഞായറാഴ്ച രാത്രി 8 മണിക്കാണ്. ഓക്കെ, അതും ലൈവായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ് കൊടുത്തതിന് പുറമെ നമ്മൾ പഠിക്കേണ്ട അഡീഷണൽ പോയിന്റ്സ് ടെലിഗ്രാം വഴി നോട്ട്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് ആദ്യം മുതൽ Day 1, Day 2 എന്ന് പറഞ്ഞ് നമ്മൾ ടെലിഗ്രാമിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ച് സ്റ്റാർട്ടിങ് തൊട്ട് കണ്ടുവരിക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ്. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ഒരൊറ്റ ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റിയൊരു ടോപ്പിക് അല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം നമുക്കറിയാം 8 പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഓരോന്നായിട്ട് പയ്യെ പഠിച്ചു പോകാം. അപ്പോൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് ഞാൻ പറഞ്ഞു, എത്ര പാർട്സ് ഉണ്ട്? 8 പാർട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പാർട്സ് ഓഫ് സ്പീച്ചിൽ 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 8 എണ്ണം എന്നുള്ളത് ആദ്യം നോക്കാം. ആദ്യത്തേത് നൗൺ ആണ്, നൗൺ. രണ്ടാമത്തേത് പ്രൊനൗൺ, പ്രൊനൗൺ. 3 വേർബ് ആണ്. 4 അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ്. 5 ആഡ്വേർബ്, ആഡ്വേർബ്. 6 പ്രിപ്പോസിഷൻ, പ്രിപ്പോസിഷൻ. ദെൻ 7 കൺജങ്ഷൻ, കൺജങ്ഷൻ. 8 ഇൻ്റർജെക്ഷൻ, ഇൻ്റർജെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് 8 പാർട്സ് ഓഫ് സ്പീച്ച്. നൗണ്, പ്രൊനൗണ്, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 8 എണ്ണം അതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഒരു സെൻറ്റൻസിൽ അതിൻ്റെ ധർമ്മം, ഡ്യൂട്ടി എന്താണ് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിനെ 8 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് നൗണിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നൗൺ എന്താണ്? നൗൺ മലയാളത്തിൽ നമ്മൾ അതിനെ പറയും നാമം എന്ന് പറയും, അല്ലേ? മലയാളം നമുക്ക് പഠിക്കാനുണ്ട് PSCയിൽ. അപ്പോൾ അവിടെ നമ്മൾ നാമം എന്ന് പറയുന്നതാണ് നൗൺ എന്ന് പറയുന്നത്. അതായത് എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്നതാണ് നൗൺ, അല്ലേ? എന്തിൻ്റെയെങ്കിലും നെയിം, ഒരു പേഴ്സൻ്റെ ആവാം, അല്ലേ? ഒരു വ്യക്തിയുടെ ആവാം, ഒരു സ്ഥലത്തിൻ്റെ ആവാം, ഒരു സാധനത്തിൻ്റെ പേരിനെ കുറിക്കുന്നതാണ്. ഓക്കെ, അപ്പം നൗൺ എന്ന് പറയുന്നത് നെയിമാണ്. എന്തിൻ്റെ നെയിം ആവാം? ഒരു പേഴ്സൻ്റെ നെയിം ആവാം, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആവാം, അല്ലെങ്കിൽ ഒരു തിങ് ആവാം, ഒരു സാധനമാവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം പേര്, നെയിമിനെ കുറിക്കുന്നതാണ് നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഒരാളുടെ പേര്, ഇപ്പോൾ ബീന എന്ന് പറയുന്ന പേര്, അല്ലേ? ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സൻ്റെ നെയിമാണ്, അല്ലേ? അതുപോലെ പാലക്കാട് എന്ന് പറയുന്നത് എന്താ? ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, അല്ലേ? പാലക്കാട് ഒരു ജില്ലയുടെ പേരാണ്. ദെൻ നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പെൻ എന്താണ്? ഒരു പേരാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം എന്താ? ഇതെല്ലാം നൗൺ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നൗൺ എന്ന് പറയുന്നത്. ഈ നൗണിനെ തന്നെ നമുക്ക് വീണ്ടും പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, നൗണിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് പ്രോപ്പർ നൗൺ,
പ്രോപ്പർ നൗൺ. 2 കോമൺ നൗൺ. 3 കളക്റ്റീവ് നൗൺ. 4 മെറ്റീരിയൽ നൗൺ. 5 അബ്സ്ട്രാക്റ്റ് നൗൺ. ഇങ്ങനെ 5ആയിട്ട് നമുക്ക് ആദ്യം ക്ലാസിഫൈ ചെയ്യാം. ഇനിയും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ആദ്യം നമുക്ക് 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ ആൻഡ് അബ്സ്ട്രാക്റ്റ് നൗൺ. ഇങ്ങനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ആദ്യം പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെയോ പ്ലേസിൻ്റെയോ തിങ്ങിൻ്റെയോ പേരിനെ സൂചിപ്പിക്കാനായിട്ട്, അതായത് ഒരു പ്രത്യേക വ്യക്തിയെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് നമ്മൾ. അതായത് ഇപ്പോൾ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ട് അല്ലേ, അതിലൊരാളുടെ പേര് നമ്മൾ എടുത്തു പറഞ്ഞു. ഇപ്പോൾ ബീന എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണ് അല്ലേ, ഒരു വ്യക്തിയെ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് പറയുന്നു. അപ്പോൾ അതെന്താണ്? പ്രോപ്പർ നൗൺ ആണ്. ഇനി നമ്മൾ പറയുന്നു നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഒരു കൺട്രി ആണല്ലേ. ഇപ്പം കൺട്രി എന്ന് പറയുമ്പോൾ അതെന്താണ്? രാജ്യങ്ങൾ അല്ലേ. കൺട്രീസ് എന്ന് പറയുന്നത് രാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിലൊരു പെർട്ടിക്കുലർ നമ്മളൊരു കൺട്രിയെ എടുത്ത് പറയുന്നതാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ. അതുപോലെ ഇപ്പം നമ്മളൊരു പൂവിൻ്റെ പേര് പറയാണ്, സൺഫ്ലവർ. സൺഫ്ലവർ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ? അത് മൊത്തത്തിലാണ് അല്ലേ. അതിലെ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പെർട്ടിക്കുലർ ആയിട്ട് നമ്മളൊരു പേര് എടുത്ത് പറയണം. ഒരു പൂവിനെ മാത്രമായിട്ട് നമ്മൾ പറയുന്നു, അതിൻ്റെ പേര് സ്പെസിഫൈ ചെയ്ത് പറയുന്നു. അപ്പോൾ അതെന്താ? പ്രോപ്പർ നൗൺ ആണ് അല്ലേ. ഇപ്പോൾ റിവർ എന്ന് പറയുമ്പോൾ എല്ലാ റിവേഴ്സും വരും അല്ലേ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഗംഗ എന്ന് പറയുന്ന റിവറിനെ എടുത്ത് പറയുമ്പോൾ അതെന്താ? അതൊരു പ്രോപ്പർ നൗൺ ആണ്. നമ്മളൊരു നദിയെ മാത്രം, ഒരു റിവറിനെ മാത്രം സ്പെസിഫൈ ചെയ്ത് പറയുന്നു. അതെന്താണ്? അതൊരു പ്രോപ്പർ നൗൺ ആണ് അല്ലേ. ഇപ്പം നമ്മൾ മാംഗോ ട്രീ എന്ന് പറയുന്നു. ട്രീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് മരങ്ങളുണ്ടാവാം. അതിൽ നമ്മൾ മാംഗോ ട്രീ എന്ന് പറയുന്നത് എടുത്തു പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതെന്താ? അത് പ്രോപ്പർ നൗൺ ആണ്. നമ്മൾ സ്പെസിഫൈ ചെയ്ത് പെർട്ടിക്കുലർ ആയിട്ട് ഒന്നിൻ്റെ പേരെടുത്ത് പറയുന്നതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തതാണ് കോമൺ നൗൺ. കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ഇൻ കോമൺ ഗിവൺ ടു എന്താണ്? ഒരേ തരത്തിലുള്ള സെയിം കൈൻഡിലുള്ള സാധനങ്ങൾക്ക് നമ്മളൊരു എന്താണ് മൊത്തത്തിൽ പറയുന്ന പേരാ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വ്യക്തികളെയോ നമ്മൾ വസ്തുക്കളെയോ സ്ഥലങ്ങളെയോ ഒക്കെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേര്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ബീന എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പേര് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കാം. ഇതിനെ തന്നെ നമ്മൾ ഗേൾ എന്നാണെങ്കിലോ, ഗേൾ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഗേൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് കോമൺ നൗൺ ആണ് അല്ലേ. പെൺകുട്ടികൾ മൊത്തത്തിൽ നമ്മൾ പറയുക, അത് കോമൺ ആണ്. ഇനി ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞു, അത് പെർട്ടിക്കുലർ ആയിട്ടൊരു രാജ്യത്തിൻ്റെ പേരാണ്. അപ്പോൾ നമ്മൾ കൺട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഈ പറഞ്ഞ പോലെ കോമൺ നൗൺ ആണ് അല്ലേ. കുറേ രാജ്യങ്ങളെ നമ്മൾ എന്ത് പറയും? കൺട്രി എന്ന് പറയും അല്ലേ. കൺട്രീസ് എന്ന് പറയുന്നത് ഒരുപാട് രാജ്യങ്ങൾ ചേർന്നതാണ്. അത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നൊരു പേരാണ്. ഇനി ഇവിടെ നമ്മൾ സൺഫ്ലവർ എന്ന് പറഞ്ഞു, അത് ഒരു പൂവിൻ്റെ പേര് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞപ്പോൾ അത് പ്രോപ്പർ നൗണാണ്. അതിനെ നമ്മൾ ഫ്ലവർ എന്ന് മാത്രമാണ് പറയുന്നതെങ്കിലോ അത് കോമൺ നൗൺ ആണ്. ഫ്ലവർ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള പൂക്കളും അതിൽ ഉൾപ്പെടും. ഓക്കെ. അടുത്തത് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു മാംഗോ ട്രീ എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതാ, അത് പ്രോപ്പർ നൗൺ ആണ്. അപ്പം നമ്മൾ ട്രീ എന്ന് മാത്രമാണ് പറയുന്നതെങ്കിലോ, ട്രീ എന്ന് പറയുമ്പോൾ മരം, ഏത് മരമെന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല അല്ലെ, ഏത് മരം വേണമെങ്കിലും ആവാം. സോ ട്രീ എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണ്. ഇപ്പം ഇവിടെ നമ്മൾ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു പൂച്ചയെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്യാറ്റ് എന്ന് പറയുന്ന ഒരു മൃഗത്തെ എടുത്ത് പറഞ്ഞാൽ അത് പ്രോപ്പർ നൗണാണ്. എന്നാൽ നമ്മൾ അനിമൽ എന്ന് മാത്രമാണ് പറയുന്നതെങ്കിലോ അത് കോമൺ നൗൺ ആണ്. അനിമൽ എന്ന് പറയുമ്പോൾ എല്ലാ അനിമൽസും അതിൽ ഉൾപ്പെടും അല്ലേ. ഇവിടെ നമ്മൾ ഗംഗ എന്ന് പറഞ്ഞു, അത് പ്രോപ്പർ നൗൺ ആണെന്ന് പറഞ്ഞു. നമ്മൾ റിവർ എന്നാണ് പറയുന്നതെങ്കിലോ അതിൽ എല്ലാ റിവേഴ്സും ഉൾപ്പെടും. ഓക്കെ. അപ്പോൾ റിവർ എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. മനസ്സിലായോ? പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഒന്നിൻ്റെ പേര് എടുത്തു പറയുന്നതിനെയാണ് പ്രോപ്പർ നൗൺ. കോമൺ എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രോപ്പർ നൗൺ നമ്മൾ പറഞ്ഞില്ലേ, അതിൻ്റെ മൊത്തത്തിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് പെൺകുട്ടികൾ, ആൺകുട്ടികൾ, രാജ്യം, പൂവ്, നദി, മരം എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം കോമൺ ആണ്. അതിൽ ഒന്നിൻ്റെ പേരെടുത്ത് പറയുമ്പോൾ നമ്മളതിനെ പ്രോപ്പർ നൗൺ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അടുത്തത് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു കളക്ഷൻ, അതായത് ഒരു കൂട്ടം വ്യക്തികൾ, ഒരു കൂട്ടം സാധനങ്ങൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഒരു കൂട്ടത്തെ പറയുന്നതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയാം. കളക്റ്റീവ് നൗൺ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്രൗഡ്. ക്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താ?
ജനങ്ങളുടെ കൂട്ടമാണ് അല്ലേ, ജനങ്ങളുടെ കൂട്ടത്തെ നമ്മൾ പറയുന്നതാണ് ക്രൗഡ് അല്ലേ. അതുപോലെ നമുക്ക് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്ന ഒരു ഭാഗം വളരെ വലുതായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അത് നമ്മൾ കുറേ ഉണ്ടല്ലേ കളക്റ്റീവ് നൗൺസ് പഠിക്കാനായിട്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യും കേട്ടോ. നമുക്ക് ഓർത്ത് വെക്കാനുള്ള കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കളക്റ്റീവ് നൗൺ സെപ്പറേറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ പാർലമെന്റ് ഓഫ് ഓൾസ് എന്ന് പറയും അല്ലേ. ഓൾസിന്റെ കൂട്ടത്തെ നമ്മൾ പറയുന്നതാണ് പാർലമെന്റ്. എ പാർലമെന്റ് ഓഫ് ഓൾസ് എന്ന് പറയും. എ പാക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയും. കാർഡ്സിന്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്താ പറയുക, എ പാക്ക് ഓഫ് കാർഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടം, ജനങ്ങളുടെ കൂട്ടത്തെ ക്രൗഡ് എന്ന് പറഞ്ഞതുപോലെ ഓൾസിന്റെ കൂട്ടത്തെ പാർലമെന്റ് എന്ന് പറഞ്ഞതുപോലെ കൂട്ടത്തെ പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ, അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെറ്റീരിയലിന്റെ പേരാണ് പറയുന്നത്. ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതായത് അതിൽ നിന്നും പുതിയ സാധനങ്ങൾ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ആണ് അല്ലേ. അതിൽ നിന്ന് നമ്മൾ ഒരുപാട് സാധനങ്ങൾ നിർമ്മിച്ചെടുക്കാറുണ്ട്. മാല, വള അല്ലേ, കമ്മൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഗോൾഡ് ഉപയോഗിച്ചുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിൾ പറയാലോ, സിൽവർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ്. നമ്മൾ അത് ഉപയോഗിച്ച് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വാട്ടർ എന്ന് പറയുന്നത് എന്താ, ഒരു മെറ്റീരിയൽ നൗൺ ആണ്. വാട്ടർ ഉപയോഗിച്ച് നമ്മൾ പല സാധനങ്ങളും ഉണ്ടാക്കാറില്ലേ, ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാട്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട്. സോ വാട്ടർ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ നൗൺ ആണ്. മരത്തടി, വുഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നൗണാണ്. മരത്തടി ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് സാധനങ്ങൾ നിർമ്മിക്കാറുണ്ട് അല്ലേ. ബ്രിക്സ് യൂസ് ചെയ്ത് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, മെറ്റീരിയൽ നൗൺ ആണ്. അതുപോലെ തന്നെ ക്ലേ, അയൺ, ഇരുമ്പ് കൊണ്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ സാധനം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ മെറ്റീരിയൽ നൗൺസ് എന്ന് പറയാം. ആ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ വീണ്ടും ഒരുപാട് സാധനങ്ങൾ നിർമ്മിക്കുന്നു. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ നൗൺ ഗോൾഡ്, വാട്ടർ, സിൽവർ, വുഡ്, ബ്രിക്സ്, ക്ലേ, അയോൺ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എന്താണ്, മെറ്റീരിയൽ നൗൺസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്തത് അബ്സ്ട്രാക്റ്റ് നൗൺ. അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു ക്വാളിറ്റിയെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ആക്ഷനെ നമ്മൾ കാണിക്കുന്നതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് ഈ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ തൊട്ട് നോക്കാനോ കാണാനോ ഒന്നിനും പറ്റില്ല. കാണാനും സ്പർശിക്കാനും കഴിയാത്ത തരത്തിലുള്ള നൗണുകളാണ് അബ്സ്ട്രാക്റ്റ് നൗൺ. ഹാപ്പിനെസ് നമുക്ക് കാണാൻ പറ്റുമോ, തൊടാൻ പറ്റുമോ, ഇല്ല. പക്ഷെ അത് അനുഭവിച്ചറിയാനേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതെന്താ, അതൊരു അബ്സ്ട്രാക്റ്റ് നൗൺ ആണെന്ന് നമുക്ക് പറയാം. പേഷ്യൻസ്, ക്ഷമ എന്ന് പറയുന്നത്, ക്ഷമയെ നമുക്ക് കാണാൻ പറ്റില്ല, തൊട്ട് നോക്കാൻ പറ്റില്ല. അപ്പോൾ അത് അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. സ്നേഹം, ലവ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, തൊട്ട് നോക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കത് അറിയാം അല്ലേ, ഫീൽ ചെയ്യും. സോ അത് അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. അതുപോലെ തന്നെ ചില സ്റ്റേറ്റ്, അതായത് ഇപ്പോൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് നമുക്ക് കാണാനോ തൊട്ട് നോക്കാനോ ഒന്നും പറ്റില്ല അല്ലേ, ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ചൈൽഡ്ഹുഡ്. ഇതൊക്കെ എന്താണ്, അതുപോലെ നമ്മുടെ ദേഷ്യം, വിശപ്പ്, സന്തോഷം, സങ്കടം, അതെല്ലാം എന്താണ്, അബ്സ്ട്രാക്റ്റ് നൗൺസ് ആണ്. നമുക്ക് സ്പർശിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ എന്താ, കാണാൻ പറ്റില്ല, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുക. ഒരു ക്വാളിറ്റിയെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ആക്ഷനെ കാണിക്കുന്നതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5 ക്ലാസിഫിക്കേഷൻ മനസ്സിലായോ? പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പ്ലേസിനെയോ ഒരു സാധനത്തിനെയോ പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ എടുത്തു പറയുന്നതിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോപ്പർ നൗണുകളെ തന്നെ നമ്മളൊരു കൂട്ടമായിട്ട് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ, കൂട്ടമായിട്ടല്ല പൊതുവായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ പേര് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞപ്പോൾ അത് പ്രോപ്പർ നൗണായി. എന്നാൽ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അത് കോമൺ നൗൺ ആണ്. ഒരു രാജ്യത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞപ്പോൾ അത് പ്രോപ്പർ നൗണായി. രാജ്യം എന്ന് പറയുമ്പോൾ അത് കോമൺ നൗണായി. അങ്ങനെ പിന്നെ കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം, ജനങ്ങളുടെ കൂട്ടത്തെ ക്രൗഡ് എന്ന് പറഞ്ഞു അല്ലേ, ഓൾസിൻ്റെ കൂട്ടത്തെ പാർലമെന്റ് എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടത്തെ പറയുന്നതാണ് കളക്റ്റീവ് നൗൺ. ദെൻ മെറ്റീരിയൽ നൗൺ, നമ്മളൊരു സാധനം ഉപയോഗിച്ച് പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് പുതിയ സാധനങ്ങളൊക്കെ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ നൗൺ. വാട്ടർ, വുഡ്, ബ്രിക്സ്, ഗോൾഡ്, സിൽവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെറ്റീരിയൽ നൗൺസിൽ വരും. അബ്സ്ട്രാക്റ്റ് നൗൺ എന്താണ് പറഞ്ഞത്, നമുക്ക് സ്പർശിക്കാൻ പറ്റില്ല, കാണാൻ പറ്റത്തില്ല, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ക്വാളിറ്റി,
ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ആക്ഷനെ കാണിക്കുന്നതിനെയാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുക. നമ്മൾ പറഞ്ഞു ലവ്, പേഷ്യൻസ്, ഹാപ്പിനെസ്, സോറോ, പിന്നെന്താണ് ഓൾഡ് ഏജ്, ചൈൽഡ്ഹുഡ്, ആങ്കർ, ഹംഗ്രി, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എന്തിൽ വരും? അബ്സ്ട്രാക്റ്റ് നൗണിലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ 5 തരത്തിലാണുള്ളത്. 5 ക്ലാസിഫിക്കേഷനും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ 5 തരത്തിൽ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഒരു ക്ലാസിഫിക്കേഷനും കൂടെ വരുന്നുണ്ട്. നൗണിനെ നമുക്ക് വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൗണ്ടബിൾ നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ നൗൺ എന്നും അൺകൗണ്ടബിൾ നൗൺ എന്നും നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എണ്ണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ കൗണ്ടബിൾ. എണ്ണാൻ കഴിയുന്ന നൗണാണ് കൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാലോ എണ്ണാൻ കഴിയാത്തതിനെയാണ് നമ്മൾ അൺകൗണ്ടബിൾ എന്ന് പറയാം. പേര് പോലെ തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് കൗണ്ടബിൾ നൗണും കൗണ്ട് ചെയ്യാൻ കഴിയാത്തത് അൺകൗണ്ടബിൾ നൗണുമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പെന്ന് നമുക്ക് എണ്ണാൻ പറ്റുമല്ലോ അല്ലേ? 1 പേന, 2 പേന, 2 പെൻസ്, 3 പെൻസ് എന്ന് പറഞ്ഞ് നമുക്ക് എണ്ണാൻ പറ്റും അല്ലേ? 3 ബുക്സ് എണ്ണാൻ പറ്റും അല്ലേ? നമുക്ക് 3 ബുക്ക്, 4 ബുക്ക് എന്ന് പറഞ്ഞ് നമുക്ക് എണ്ണാൻ പറ്റും. 1 പേന, 2 പേന എന്ന് പറഞ്ഞ് നമുക്ക് എണ്ണാൻ പറ്റും അല്ലേ? 1 മാംഗോ, 2 മാംഗോ നമുക്ക് എണ്ണാൻ പറ്റും. 1 വെള്ളം, 2 വെള്ളം എണ്ണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളിവിടെ പെന്ന്, ക്യാറ്റ്, ബുക്ക്, പിന്ന് ഇതൊക്കെ നമുക്ക് എണ്ണാൻ കഴിയുന്ന സാധനങ്ങളാണ്. പക്ഷേ വാട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എണ്ണി പറയാൻ പറ്റുമോ 1 വെള്ളം 2 വെള്ളം എന്ന്? ഇല്ല. വാട്ടർ. നിങ്ങളതുപോലെ ഹോപ്പ്, ഇപ്പോൾ ഒരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. അതെന്താണ്? 1 പ്രതീക്ഷ, 2 പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. സ്നേഹം നമുക്ക് എണ്ണാൻ പറ്റുമോ? 1 സ്നേഹം, 2 സ്നേഹം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം അതൊക്കെ എന്താണ്? അൺകൗണ്ടബിൾ ആണ്. നമുക്ക് എണ്ണാൻ പറ്റാത്ത സാധനങ്ങളാണ്. അരി, റൈസ്, അരി നമുക്ക് എണ്ണാൻ പറ്റുമോ? 1 അരി, 2 അരി എന്നൊന്നും നമ്മൾ പറയത്തില്ല അല്ലേ? അപ്പോൾ അതൊക്കെ എന്താ? അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അപ്പോൾ എണ്ണാൻ കഴിയുന്നത് കൗണ്ടബിളും എണ്ണാൻ കഴിയാത്തത് എന്താ? അൺകൗണ്ടബിൾ ആണ്. അതുപോലെ അൺകൗണ്ടബിളിന് എക്സാമ്പിൾ ആണ് ഫർണിച്ചർ. ഫർണിച്ചർ എങ്ങനെയാണ് അൺകൗണ്ടബിൾ ആവുന്നേ? ചിലരെങ്കിലും ചിന്തിക്കും അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം അല്ലേ? സോഫയാവാം, ടേബിൾ ആവാം, ചെയർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും മീനിങ് ആവാം. പക്ഷെ നമ്മളത് കൗണ്ടബിൾ ആവണമെങ്കിൽ എന്ത് പറയണം? നമ്മൾ ഒരു ചെയർ വാങ്ങി എന്ന് തന്നെ പറയണം അല്ലേ? ഒരു ചെയർ വാങ്ങി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എണ്ണാൻ പറ്റും. 1 ചെയർ, 2 ടേബിൾ വാങ്ങി, 2 ടേബിൾ എന്ന് എണ്ണാൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്താണ്? സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അത് കൗണ്ടബിൾ ആണ്. പക്ഷെ ഫർണിച്ചർ വാങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഫർണിച്ചറാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് അൺകൗണ്ടബിൾ ആണ് കേട്ടോ. ഫർണിച്ചർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ കൗണ്ടബിളും അൺകൗണ്ടബിളും പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതായത് ഈ കൗണ്ടബിളിൻ്റെ മുമ്പിൽ നമ്മൾ ചേർക്കാൻ പറ്റുന്ന വേർഡ്സ് ആണ് ഫ്യൂ, അതുപോലെ എ ഫ്യൂ, ദ ഫ്യൂ. ഇത് നമ്മൾ എവിടെയാണ് ചേർക്കുന്നത്? കൗണ്ടബിൾ നൗണിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ചേർക്കുക. ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ. ഇത് നമുക്ക് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് കൗണ്ടബിൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നോക്കിക്കോ, കുറച്ച് ഫ്രണ്ട്സ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട്സ് എന്നുണ്ട്. എന്നിട്ട് ഇവിടെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ബ്രാക്കറ്റിൽ എ ഫ്യൂ എന്ന് തന്നിട്ടുണ്ട്, എ ലിറ്റിൽ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കൂട്ടുകാരെ നമുക്ക് എണ്ണാൻ പറ്റത്തില്ലേ? എനിക്ക് 1 ഫ്രണ്ട് ഉണ്ട്, 2 ഫ്രണ്ട് ഉണ്ട്, 4 ഫ്രണ്ട് ഉണ്ട്, പറയാം, നമുക്ക് എണ്ണാം അല്ലേ? കൂട്ടുകാരെ നമുക്ക് എണ്ണാൻ പറ്റും. സോ അത് കൗണ്ടബിൾ ആയതുകൊണ്ട് ഇവിടെ എ ഫ്യൂ ആണ് ഉപയോഗിക്കുക. എ ഫ്യൂ ഫ്രണ്ട്സ് എന്നുള്ളതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഫ്യൂ അല്ലെങ്കിൽ എ ഫ്യൂ, ദ ഫ്യൂ, ഇതെല്ലാം എന്താണ്? കൗണ്ടബിളുടെ കൂടെയാണ് ഉപയോഗിക്കുക. എന്നാൽ അൺകൗണ്ടബിളുടെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ, ഇതെല്ലാം നമ്മൾ അൺകൗണ്ടബിളുടെ കൂടെ ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെ മീനിങ് ഉണ്ട് കേട്ടോ. ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ല എന്നുള്ള മീനിങ് ആണ്. ഒന്നുമില്ല, അതിനാണ് ഫ്യൂ. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ കുറച്ചുണ്ട്, സംതിങ്. ഓക്കെ, സം എന്നുള്ളൊരു മീനിങ് ആണ് എന്താ? എ ഫ്യൂ. ദ ഫ്യൂ എന്ന് പറഞ്ഞാലോ ഉള്ളത് എത്രയാണോ അത്രയുണ്ട്, ഉള്ളത് എത്രയോ അത്രയുണ്ട്, അതിനെയാണ് ദ ഫ്യൂ എന്ന് പറയുക. ഉള്ളത് ഉണ്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഉള്ളത് എത്രയോ അത്രയും ഉണ്ട്, അതാണ് ദ ഫ്യൂ. അതേപോലെയാണ് ലിറ്റിൽ എന്ന് മാത്രമാണെങ്കിൽ അവിടെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ലിറ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളമില്ല എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലിറ്റിൽ വാട്ടർ എന്നാണെങ്കിലോ കുറച്ച് വെള്ളമുണ്ട്, സം.
ദ ലിറ്റിൽ എന്ന് പറഞ്ഞാലോ അതിൽ എത്രയാണോ ഉള്ളത് അത്രേ, ഉള്ളത് എത്രയോ അത്രേ, അതാണ് ദ ലിറ്റിലിന്റെ മീനിങ്. അപ്പോൾ ഈ ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ ഇതെല്ലാം നമ്മൾ കൗണ്ടബിൾ നൗൺസിന്റെ ഫ്രണ്ടിലാണ് ഉപയോഗിക്കുക. അൺകൗണ്ടബിളിന്റെ മുമ്പിൽ ഉപയോഗിക്കുന്നതാണ് ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മച്ചും മെനിയും. ഓക്കെ, അപ്പോൾ ഈ മെനി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടബിളിന്റെ മുമ്പിലാണ്. ഓക്കെ, അപ്പോൾ മെനി റുപ്പീസ്, ഹൗ മെനി റുപ്പീസ് എന്നാണ് നമ്മൾ പറയുക. കാരണം നമുക്ക് റുപ്പീസ് എണ്ണാൻ പറ്റും അല്ലേ. ഹൗ മെനി റുപ്പീസ്, റുപ്പീസ് എണ്ണാൻ പറ്റുന്നതാ. ഹൗ മച്ച് റുപ്പീസ് നമ്മൾ പറയില്ല അല്ലേ. എന്നാൽ ഹൗ മച്ച് മണി എന്ന് നമ്മൾ പറയും അല്ലേ. മച്ച് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. നമ്മൾ പറയും ഹൗ മെനി റുപ്പീസ്. റുപ്പീസ് എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റും അല്ലേ. 1 രൂപ, 2 രൂപ, 10 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റും. എന്നാൽ ഹൗ മച്ച് മണി, മണി എന്ന് പറയുന്നത് എന്താണ്, മച്ച് എന്നാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക. ബിക്കോസ് നമുക്ക് മണി എന്ന് പറയുന്നത് എത്രയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, അത് അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, അപ്പം റുപ്പീസ് എന്ന് പറയുകയാണെങ്കിൽ അത് മെനി ആണ്. മണി എന്ന് പറയുന്നത് അത് അൺകൗണ്ടബിൾ ആണ്, മച്ചാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഉപയോഗിക്കുക. അപ്പം മെനി, എ ഫ്യൂ, ഫ്യൂ, ദ ഫ്യൂ ഇതെല്ലാം കൗണ്ടബിൾ നൗണിൻ്റെ ഫ്രണ്ടിൽ. ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ, മച്ച് ഇതെല്ലാം എവിടെയാണ് ഉപയോഗിക്കുന്നത്, അൺകൗണ്ടബിൾ നൗണിൻ്റെ ഫ്രണ്ടിലുമാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? കൗണ്ടബിൾ നൗൺ എന്താണ്, അൺകൗണ്ടബിൾ നൗൺ എന്താണ്. ഇനി ഒരു നൗണും കൂടെ നിങ്ങൾ പഠിക്കുക, കോമ്പൗണ്ട് നൗൺ. കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഓ അതിൽ കൂടുതലോ നൗണുകൾ ചേരുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് നൗൺ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ബുക്ക്, ബുക്ക് കേസ്, ബുക്ക് കേസ്. ബുക്ക് എന്ന് പറയുന്ന ഒരു വേർഡും കേസ് എന്ന് പറയുന്ന 2 വേർഡുകൾ തമ്മിൽ ചേർന്നതാണ് അല്ലേ. ക്ലാസ് മേറ്റ്, ക്ലാസ്മേറ്റ് എന്ന് പറയുമ്പോൾ അത് 2ഉം കൂടെ ചേരുന്നതാണ്. ക്ലാസ്മേറ്റ് 2 വേർഡുകൾ തമ്മിൽ ചേരുന്നതാണ് ക്ലാസ്മേറ്റ്. ന്യൂസ് പേപ്പർ, ന്യൂസും പേപ്പറും കൂടെ ചേരുന്നതാണ് ന്യൂസ് പേപ്പർ. സിസ്റ്റർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുന്നതും അങ്ങനെ തന്നെ അല്ലേ. സിസ്റ്റർ ഇൻ ലോ, ഇത് 3ഉം കൂടെ ചേരുമ്പോഴാണ് സിസ്റ്റർ ഇൻ ലോ. അതുപോലെ തന്നെയാണ് മദർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ എന്നൊക്കെ പറയുന്നത് കേട്ടോ. സൺ ഇൻ ലോ എന്നൊക്കെ പറയുന്നതെല്ലാം കോമ്പൗണ്ട് നൗണിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ. ലാപ്ടോപ്പ്, ലാപ്പ് ടോപ്പ് 2 വേർഡ് ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ലാപ്ടോപ്പ് ഉണ്ടാവുന്നത്. ഫ്ലവർ വേസ്, ഫ്ലവറും വേസും കൂടെ ചേരുമ്പോഴാണ് ഫ്ലവർ വേസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ കോമ്പൗണ്ട് നൗൺ എന്ന് പറയാം. ഓക്കെ, എന്താണിത്, കോമ്പൗണ്ട് നൗൺ. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്തായിരുന്നു, 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നൗൺ എന്താന്നുള്ളത് മനസ്സിലാക്കി. നൗണിൻ്റെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, ആദ്യത്തെ 5 ക്ലാസിഫിക്കേഷൻ, പിന്നെ 2 എണ്ണം, അതായത് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ, ദെൻ കോമ്പൗണ്ട് നൗൺ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ നൗൺ എന്ന് പറയുന്ന ഈ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാം. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നും PSCക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അവസാനം എന്ത് ചെയ്യും, അത് നമ്മൾ വർക്കൗട്ട് ചെയ്യും കേട്ടോ. ഈ പറയുന്ന ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഓരോ ദിവസം ഓരോന്നായിട്ട് പഠിക്കാം. എല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആ ഭാഗത്തു നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങളും കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നോട്ട് തയ്യാറാക്കിയിട്ട് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, കണ്ട് മനസ്സിലാക്കുക, നോട്ട്സ് തയ്യാറാക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്